ആലപ്പുഴയിൽ കുട്ടനാട് ചെങ്ങന്നൂർ താലൂക്കുകളിലെ സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയായിരിക്കും. സുനിഷയുണ്ട്. സുനിഷ, എന്താണ് മുന്നറിയിപ്പ്? അരുൺ, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിൽ പോലും മഴയ്ക്ക് ശമനമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ഏതായാലും അടുത്ത മണിക്കൂറുകളിൽ വടക്കൻ കേരളത്തിലും ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലും മഴയ്ക്കുള്ള സാധ്യത പറയുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മിന്നൽ പ്രളയ മുന്നറിയിപ്പ് കൂടി നൽകിയൊരു പശ്ചാത്തലമുണ്ട്. അർദ്ധരാത്രിയിൽ മഴ കനക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റേണ്ടതുണ്ട് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അടുത്ത മണിക്കൂറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നാളെ ഇപ്പോൾ എല്ലാ ജില്ലകളിലും അലർട്ടുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. 14 ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. അതായത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത അത് മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കുമെല്ലാം സാധ്യതയുള്ളതുകൊണ്ട് അതീവ ജാഗ്രത വേണം. നിലവിലിപ്പോൾ 5 അണക്കെട്ടുകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നദികളിലെ ജലനിരപ്പ് ഉയരുന്നൊരു പശ്ചാത്തലമുണ്ട്. എല്ലായിടത്തും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഒപ്പം നാളെ ഈ മഴ രൂക്ഷമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ, മഴക്കെടുതികളുള്ള ഒരു പശ്ചാത്തലത്തിൽ 10 ജില്ലകളിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട്, തൃശൂർ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ ഇടുക്കി ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ആലപ്പുഴയിലെ ചെങ്ങന്നൂർ, കുട്ടനാട് താലൂക്കുകൾക്ക് താഴെയുള്ള മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാളെ MG സർവകലാശാല നടത്താനിരുന്ന പരീക്ഷകളിലും മാറ്റം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും മഴ കനക്കുന്നു. ഈ അതിതീവ്രമല്ല എങ്കിൽ പോലും ഒറ്റപ്പെട്ട ശക്തമായ മഴ അത് അടുത്ത മണിക്കൂറുകളിലും നാളെയും സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അരുൺ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം പറയാനുള്ളത്. താങ്ക് യു. സുനിഷ ഏലൂരാണ് വിവരങ്ങൾ നൽകിയത്.